ഹായ് ഫ്രണ്ട്സ്, റെയിൽവേ ഗ്രൂപ്പ് ഡിയുടെ എക്സാം എഴുതി റിസൾട്ട് കാത്തിരിക്കുന്നവരാണ് പലരും. കുറേ പേര് എഴുതിയ ഒരു എക്സാമാണ്. അപ്പോൾ അതിൻ്റെ റിസൾട്ട് വന്നിട്ടുണ്ട്. റിസൾട്ട് എന്ന് വെച്ചാൽ നമുക്ക് നമ്മുടെ ക്വസ്റ്റ്യൻ പേപ്പർ കിട്ടും, നമ്മുടെ മാർക്ക് അറിയാം. ഇപ്പോൾ ഈ മാർക്ക് അറിയുന്നതിനോടൊപ്പം ഇതിലെന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ അത് തിരുത്താനുള്ള അവസരവും റെയിൽവേ നമുക്ക് ഒരുക്കിയിട്ടുണ്ട്. അപ്പോൾ എന്താണെന്ന് നോക്കാം. ഇതിൽ ഫസ്റ്റ് തന്നെ ഒബ്ജക്ഷൻ ട്രാക്കർ ഫോർ നോട്ടീസ്, ക്ലിക്ക് ഹിയർ ഫോർ ഡീറ്റെയിൽസ്. Viewing of question paper, response and keys, raising of objection if any to questions, options keys. ഇതാണ് ടൈം. Viewing of question paper, response and keys. The option selected by candidate will be visible along with an option treated as correct with green tick mark. 11/1/2019 മുതൽ 11/1/2019 മുതൽ നമുക്ക് നമ്മുടെ ക്വസ്റ്റ്യൻ പേപ്പർ കാണാൻ പറ്റും. നമ്മൾ എഴുതിയത് എങ്ങനെയാണോ അതുപോലെ തന്നെ ആയിരിക്കും കാണാൻ കഴിയുന്നത്. റെയിൽവേ പറഞ്ഞിരിക്കുന്ന ഉത്തരത്തിൽ നമുക്ക് എന്തെങ്കിലും മിസ്റ്റേക്ക് തോന്നിക്കഴിഞ്ഞാൽ അത് തിരുത്താനുള്ള അവസരമുണ്ട്. അത് 14/1/2019 മുതലാണ് ആരംഭിക്കുന്നത്. ഇത് അവസാനിക്കുന്നത് 19/1/2019 വരെയാണ്. അപ്പോൾ ഇന്ന് മുതൽ 19/1/2019 വരെ നമുക്കിത് പരിശോധിക്കാനും തിരുത്താനുള്ള അവസരം ഉണ്ടായിരിക്കും. അത് കഴിഞ്ഞിട്ട് ഉണ്ടായിരിക്കുന്നതല്ല. പിന്നെ നമുക്കൊരു ക്വസ്റ്റ്യൻ തിരുത്തണമെങ്കിൽ അതിനൊരു ഫീസ് ഉണ്ട്. ഒരു ക്വസ്റ്റ്യൻ തിരുത്തുന്നതിന് 50 രൂപയാണ് ഫീസ്. ആ തിരുത്തിയ ഉത്തരം ശരിയാണെന്ന് റെയിൽവേക്ക് തോന്നിക്കഴിഞ്ഞാൽ ആ 50 രൂപ നമുക്ക് തിരിച്ചു തരും, അല്ലെങ്കിൽ 50 രൂപ തിരിച്ചു തരുന്നതായിരിക്കില്ല. അത് നമ്മൾ മാർക്ക് എങ്ങനെ ക്വസ്റ്റ്യൻ പേപ്പർ എങ്ങനെ നോക്കാം. അതിനുവേണ്ടി ഫോർ വ്യൂവിംഗ് ഓഫ് ക്വസ്റ്റ്യൻ പേപ്പർ, റെസ്പോൺസസ്, കീസ്, റൈസിംഗ് ഓഫ് ഒബ്ജക്ഷൻ ഇഫ് എനി ടു ക്വസ്റ്റ്യൻസ്, ഓപ്ഷൻസ്, കീസ്. ക്ലിക്ക് ഹിയർ ഫോർ ഡീറ്റെയിൽസ് അതിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഇങ്ങനെ ഒരു വിൻഡോയിലേക്ക് പോകും. ടൈം ഷെഡ്യൂൾ, ഫീ ആൻഡ് ഡീറ്റെയിൽ പ്രൊസീജിയർ ഫോർ റൈസിംഗ് ഒബ്ജക്ഷൻ ആർ ആസ് ബിലോ. അതിന് ഏറ്റവും താഴേക്ക് വയ്ക്കാൻ ലോഗിൻ എന്നൊരു ലിങ്ക് കാണാം, അതിൽ ക്ലിക്ക് ചെയ്യുക. അവിടെ നമ്മളെ യൂസർ ഐ ഡി അടിക്കുക. യൂസർ ഐ ഡി രജിസ്റ്റർ നമ്പറാണ്, പാസ്വേഡ് നമ്മളെ ഡേറ്റ് ഓഫ് ബർത്ത് ആണ്. അതിനുശേഷം ഈ കോഡ് അടിച്ചു കൊടുക്കുക. അതിനുശേഷം ലോഗിൻ കൊടുക്കുക. നമ്മളെ കാൻഡിഡേറ്റ് ഡീറ്റെയിൽസ് എന്നൊരു വിൻഡോയിലേക്ക് പോകും. അവിടെ നമ്മളെ രജിസ്റ്റർ നമ്പറും നെയിം ഓഫ് കാൻഡിഡേറ്റും ഫാദർ നെയിമും ഉണ്ടാവും. അത് തൊട്ടപ്പുറത്ത് വേറൊരു ടാബ് ഉണ്ടാവും, കാൻഡിഡേറ്റ് റെസ്പോൺസ്. അതിൽ ക്ലിക്ക് ചെയ്യുക. അവിടെ കാൻഡിഡേറ്റ് റെസ്പോൺസിന് താഴെ to download your question paper response sheet for RRB Group D Level 1. Click here to generate it. ആ ക്ലിക്ക് ഹിയർ എന്ന് അതിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമ്മളെ എക്സാം എഴുതിയ ഈ പേപ്പറിലേക്ക് പോകും. ഇതിൽ നമ്മൾ ക്വസ്റ്റ്യൻ കാണാം, നമ്മൾ മാർക്ക് ചെയ്തത് കാണാം. നമ്മൾ മാർക്ക് ചെയ്തതിൻ്റെ ഇവിടെ സ്റ്റാറ്റസ്, ആൻസേർഡ്, ചൂസ് ഓപ്ഷൻ 3. ആ മൂന്നാമത്തെ ഓപ്ഷനാണ് ഞാൻ സെലക്ട് ചെയ്തത്. ശരി ഉത്തരം 3 തന്നെയാണ്. അപ്പോൾ അത് ശരിയാണ്. Subscribe for more videos. To get instant notification for new videos, click on the bell icon.